ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് മോഡ് സ്റ്റുഡിയോ. അപ്പം നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈദ് മേക്കപ്പ് ലുക്ക് 2024 ആണ്. അതും BB ക്രീം യൂസ് ചെയ്തോട്ടാണ് ഈ ഒരു മേക്കപ്പ് ലുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. ഫസ്റ്റ് ടൈമാണ് BB ക്രീം യൂസ് ചെയ്തുകൊണ്ടുള്ള മേക്കപ്പ് ലുക്ക് നമ്മുടെ ചാനലിൽ വരുന്നത് ഗൈസ്. സോ ഫസ്റ്റ് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തിട്ടുള്ളത് പോൺസിൻ്റെ BB ക്രീമാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത് BB ക്രീം യൂസ് ചെയ്യുമ്പം മുഖം ഒരുമാതിരി പാണ്ട് പിടിച്ച് ഒരു വിരളി മീൻസ് എന്താ പറയുക, നമുക്ക് ഒട്ടും മാച്ച് അല്ലാത്ത ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത പോലെ എനിക്ക് തോന്നാറുണ്ട്. സോ അത് മാറ്റി എങ്ങനെ നമ്മുടെ സ്കിൻ ടോണിന് മാച്ച് ആകുന്ന രീതിയിൽ ആക്കാമെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഹാക്ക് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് തന്നെ BB ക്രീം കൈയുടെ പുറത്ത് ഇതുപോലെ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മിസ്കിങ്ങിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു പാലറ്റ് എടുക്കുക ഗൈസ്. എന്നിട്ട് അതിലേക്ക് ഫസ്റ്റ് BB ക്രീം ഒഴിച്ചു കൊടുക്കുക. പിന്നെ എടുക്കേണ്ടത് സൺസ്ക്രീൻ പ്ലസ് മോയ്സ്ചറൈസർ ആണ് എടുക്കേണ്ടത്. വൈറ്റ് കാസ്റ്റ് ഇല്ലാത്തത് നോക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ബിക്കോസ് നമ്മൾ ഈ ഒരു ലുക്ക് ചെയ്യുന്നത് ഡേ ലുക്കായിട്ടാണ്. സോ നന്നായിട്ട് ചൂടുകാലമാണ്, എന്തൊക്കെ ചെയ്താലും വേർത്തൊലിച്ച് തപ്പുടെ പരിപാടി ആവുന്ന ഒരു പരുവാണ് ഇപ്പോഴത്തെ വെയിൽ പറയുന്നത്. സോ സൺസ്ക്രീൻ എടുക്കുക, മോയ്സ്ചറൈസർ എടുക്കുക. ഞാൻ യൂസ് ചെയ്തിട്ടുള്ള സൺസ്ക്രീനും മോയ്സ്ചറൈസർ ഒറ്റ പാക്കിലാണ് വരുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ ഒരൊറ്റൊരെണ്ണം തന്നെ എടുത്തിട്ടുള്ളത്. കുറേ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിലേക്ക്. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് മാറിയിട്ട് നമ്മുടെ ഫൗണ്ടേഷൻ്റെ ഷെയ്ഡായിട്ട് മാറും. എപ്പോഴും ഇരിക്കുക ഗൈസ് ഐഡിയ. സോ എല്ലാം കൂടി ബ്ലെൻഡ് ചെയ്ത ശേഷം ഫേസിലും കഴുത്തിലും കയ്യിലും എവിടെയൊക്കെ സൺലൈറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് അവിടെയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ക്ലൈമറ്റിൽ ഇങ്ങനത്തെ ഹെയർ സ്റ്റൈൽ ആയിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. ബിക്കോസ് എപ്പോഴൊക്കെ ഞാൻ ഈ ഒരു ക്ലൈമറ്റിൽ ഈ ഒരു ചൂടുകാലത്ത് ഓപ്പൺ ഹെയർ സ്റ്റൈൽ വെച്ച് പുറത്തോട്ട് പോയിട്ടുണ്ട്. അന്നൊക്കെ എനിക്ക് പണി കിട്ടിയിട്ടുണ്ട്. അതായത് ഞാൻ കയ്യിൽ ഒരു ഹെയർ ബാൻഡ് ഒന്നും എടുക്കാണ്ട് പോയിരുന്ന സമയത്ത് എങ്ങനെയും ഒന്ന് വീട്ടിലെത്തി കിട്ടിയാൽ മതി എന്നൊക്കെയുള്ള ഒരു അവസ്ഥയായിരുന്നു. പ്രത്യേകിച്ച് ഇതുപോലത്തെ ഫെസ്റ്റിവൽ സീസൺസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രസ്സ് ഇട്ട് അപ്പം തന്നെ അയച്ചിടാന്നൊക്കെ പറയുന്നത് ഭയങ്കര ബോറായിട്ടുള്ള കാര്യമാണ്. ഇനി നമുക്കിത് കോമ്പാക്ട് വെച്ച് സെറ്റ് ചെയ്യണം കേട്ടോ. ബിക്കോസ് കോമ്പാക്ട് വെച്ച് സെറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് മര്യാദക്ക് അവിടെ നിൽക്കില്ല. ഇങ്ങനെ വേർത്തൊലിച്ച് പോകാൻ തുടങ്ങും. മേക്കപ്പ് അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്കും ബുദ്ധിമുട്ടാണ്, കാണുന്നവർക്കും ബുദ്ധിമുട്ടാണ് ഗൈസ്. നമുക്കെല്ലാം അറിയുള്ളൂ ഒരു സൺസ്ക്രീന് BB ക്രീം മാത്രമല്ലേ ഇട്ടുള്ളൂ എന്ന്. പക്ഷെ കാണുന്നവർക്ക് പുട്ടി അടിച്ചതാണിത്. ഓക്കെ ഗൈസ്, നെക്സ്റ്റ് ആയിട്ട് ഐ മേക്കപ്പ് ചെയ്യാം ഗൈസ്. ആ ഒരു ഐലൈനർ സ്കെച്ച് പെന്നാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. മീൻസ് ഹുദ ബ്യൂട്ടിയുടെ ആണ്, നോൺ ട്രാൻസ്ഫർ ആയിട്ടുള്ള ഐലൈനർ പെന്നാണ്. ജസ്റ്റ് മുകളിൽ മാത്രം എഴുതി കൊടുക്കുന്നുള്ളൂ. എനിക്ക് താഴെ എഴുതി കഴിഞ്ഞാൽ ഒരു ഭദ്രകാളിലേക്ക് വരും ഗൈസ്, വലിയ കണ്ണായതുകൊണ്ട്. സോ മുകളിൽ മാത്രം എഴുതി കൊടുത്തു. നെക്സ്റ്റ് ആയിട്ട് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ ചുരിദാറിന് ആപ്റ്റ് ആവുന്ന രീതിയിൽ ലിപ്സ്റ്റിക് ഇടാം കേട്ടോ. എല്ലാ കളർ കോമ്പോക്കും ഈ ഒരു റെഡ് ആപ്റ്റ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ മാർസിൻ്റെ ലിപ്സ്റ്റിക് പാലറ്റിൽ നിന്ന് ഈ ഒരു റെഡ് എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക എനിക്ക്. ബിക്കോസ് എൻ്റെ ചുണ്ടിൽ എപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ മുകളിൽ ഇച്ചിരി ഓവറായിട്ട് തോന്നും. പിന്നെ ഞാൻ സെൻറ്ററിൽ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇനി നമുക്ക് ഹെയർ സെറ്റ് ചെയ്യാം. ഈ ചൂടുകാലത്ത് ഏറ്റവും നല്ലത് ഓപ്പൺ ഹെയർ സ്റ്റൈലിൽ ഹെയർ ടൈ ചെയ്ത് വെക്കുന്നതായിരിക്കും. ബിക്കോസ് ഓപ്പൺ പിരിച്ചിട്ട് കഴിഞ്ഞാൽ കഴുത്തിൽ അവിടെയൊക്കെ വേർപ്പിലൊക്കെ ഒട്ടി പിടിച്ച് എങ്ങനെയും ഒന്ന് വീട്ടിലെത്തി കിട്ടിയാൽ മതി, എങ്ങനെയും ഇതൊന്ന് അയച്ചിട്ടാൽ മതി എന്നുള്ളൊരു ആ ഒരു മെൻറ്റാലിറ്റി ആയി മാറും. സോ ഗൈസ്, നന്നായിട്ട് ഹെയർ സെക്യൂർ ചെയ്ത് വെക്കാനാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ഒരു ക്ലൈമറ്റിൽ. സോ ഗൈസ് അങ്ങനെ ചെയ്യാം. ആൻഡ് ഹെയർ നന്നായിട്ട് ടൈ ചെയ്തതിന് ശേഷം ഞാൻ ഗൈസ് ഈ ഒരു കമ്മലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ കമ്മൽ ഞാനിടുന്ന ആക്സസറീസ് ഒക്കെ ഇതിന് മാച്ച് ഉണ്ടോ എന്ന് നിങ്ങൾ മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യാം. ആൻഡ് നിങ്ങളുടെ പെരുന്നാൾ ഡ്രസ്സ് ഏത് കളറിലാണ് വന്നേക്കുന്നതെന്നും കമൻറ്റ് ചെയ്യുക. ആൻഡ് നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പം ഈ ഒരു പെരുന്നാളിന് ഈ ഒരു മിനിമൽ പ്രൊഡക്ട്സ് BB ക്രീം മാത്രം യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്ത് നോക്കുക ഗൈസ്. എന്നിട്ട് അതിൻ്റെ സജഷൻസ്, അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ തോന്നി, നിങ്ങൾക്ക് ഇഷ്ടമായോ, നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ലുക്ക് ഇഷ്ടമായോ, അതൊക്കെ നിങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ ഞാൻ പെട്ടെന്ന് this be reality?